ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രിബിളിംഗ് ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ആൻഡ്രോയിഡ് ഫോൺ, പിന്നെ നമ്മുടെ വിരൽ മതി, അല്ലെങ്കിൽ ഇതുപോലൊരു പെൻ. ഈ പെൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കണ്ട് അതുപോലൊരു പെൻ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. വിരൽ വെച്ച് വരയ്ക്കാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പെൻ ഉണ്ടാക്കിയത്. പെന്ന് വെച്ച് വരച്ചാൽ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഈ ചേച്ചിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ചേച്ചീനെ നമ്മൾ ഒരു സ്ക്രിബിളിംഗ് ആർട്ടാക്കി മാറ്റാൻ പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വേണം. നമ്മുടെ ഇൻഫിനിറ്റ് ആപ്പ് ആദ്യം ഓപ്പൺ ആക്കുക. അതിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയി നമ്മുടെ ഗാലറിയിൽ നിന്ന് ഈ ചേച്ചീനെ ലെയർ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ ലെയറിന് പേര് കൊടുക്കുക, ബേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്നിട്ട് ആ ലെയറിൽ കളറും ബ്രഷും സെലക്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കാണുന്ന ചെറിയ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ബ്രഷ് എടുക്കുക. ഇവിടെ പെൻ സെലക്ട് ചെയ്യുക. ബ്രഷ് സോളിഡ് പെൻ എടുക്കുക. അപ്പോൾ സോളിഡ് പെൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ആവും. എന്നിട്ട് അതിൻ്റെ സൈസ് ഒരു 2 or 3. അപ്പോൾ അവിടെ ബ്രൈറ്റ്നസ് കൂടുതൽ കൊണ്ട് കാണാൻ മേല. അപ്പം അതെല്ലാം ഈ സൈഡിൽ തന്നെ ഉണ്ട് ഓപ്ഷൻസ്. ഇപ്പം നമുക്കിവിടെ ഉള്ള ഒരു ഇമേജ് ഉണ്ട്, ഒരു ബേസ് എന്ന് പറയുന്ന ലെയർ ഉണ്ട്. അപ്പോൾ ഈ റെഫറൻസ് ഇമേജ് വെച്ച് നമ്മൾ ആ ലെയറിൽ ഈ റെഫറൻസ് ഇമേജിനെ ട്രേസ് ചെയ്യുകയാണ്. ട്രേസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെച്ചടിക്കത്തില്ലേ, നമ്മൾ പണ്ട് ബുക്കിൻ്റെ അടിയിൽ ഫോട്ടോ വെച്ചിട്ട് പേപ്പറിൻ്റെ മേളിൽ കൂടെ വരയ്ക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ, അതേപോലെ തന്നെ ബുക്കിൻ്റെ പേപ്പറിൻ്റെ അടിയിൽ നമ്മൾ ഈ ചേച്ചിനെ വെക്കുന്നു. ആ പേപ്പറിൽ നമ്മൾ വരയ്ക്കാൻ പോവാം. നമ്മളിവിടെ സ്ക്രിബിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന സ്ക്രിബിളിംഗ് ആർട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, കുത്തി വരച്ച് ഒരു ആർട്ട് ഫോം ആക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ മെയിനായിട്ടും നന്നായിട്ട് സ്ക്രിബിൾ ചെയ്യുക. അപ്പം നമ്മളൊരു ബേസായിട്ട് ആദ്യം ക്രിയേറ്റ് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനും ഒരു ബേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ബേസ് ലെയറിൽ നമ്മൾ ഇതുപോലെ കുത്തി വരയ്ക്കണം. കുത്തി വരച്ച് കുളവാക്കരുത്. കുളവാക്കിയാലും കുഴപ്പമില്ല, കുത്തി വരയ്ക്കുക. കുത്തി വരയ്ക്കാൻ ആർക്കും ഒരു കഴിവ് വേണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുത്തി വരയ്ക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ കുത്തി വരയ്ക്കുക, ചുമ്മാ ചന്നം പിന്നം കുത്തി വരയ്ക്കുക. ഫേസിന് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഒരു ഏകദേശം രൂപം വേണം. ഫേസ്, കണ്ണ്, പുരികങ്ങൾ, മൂക്ക്, ചുണ്ട്, ഇതൊക്കെ അതിൻ്റെ ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ട്രേസ് ചെയ്ത് വേണം നമ്മൾ സ്ക്രിബിൾ ചെയ്യാനായിട്ട്, കുത്തി വരയ്ക്കാനായിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതല്ലേ മൂക്കിൻ്റെയൊക്കെ ആ സൈഡ് നമ്മൾ ജസ്റ്റ് കർവാക്കിയിട്ട് തന്നെയാണ് കുത്തി വരയ്ക്കുന്നത്. അപ്പോൾ കുത്തി വരച്ചോ, ഇതുപോലെ കുത്തി വരച്ചോ. ചുണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ആ ഷേപ്പ് നിലനിർത്തുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വൈറ്റ് ആയിട്ടുള്ളിടത്തൊക്കെ കുത്തി വരയ്ക്കുക. കണ്ണിൻ്റെ ആ വൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഒരു ബേസ് സ്ക്രിബിളിംഗ് ആണ് ആവശ്യമുള്ളത്. പിന്നെ കൺപീലിയൊക്കെ വരയ്ക്കുമ്പോൾ കൺപീലിയുടെ ഷേപ്പിലൊന്ന് സ്ക്രിബിൾ ചെയ്താൽ നന്നായിരിക്കും. കണ്ടില്ലേ, ഷേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഉള്ളൂ, അല്ലാതെ വലിയ വരയുടെ കാര്യമൊന്നുമില്ല. ഇതുപോലെ കുത്തി വരയ്ക്കുക, 2 കണ്ണും കുത്തി വരച്ചെടുക്കുക. Yeah, I think I just might. കണ്ടോ, ഇതാണ് നമ്മുടെ ബേസ് ലെയറിൽ വരച്ച സ്ക്രിബിളിംഗ് ആണിത്. ആ റെഫറൻസ് ഇമേജ് ഒന്ന് ഡിസേബിൾ ആക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഭാഗത്ത് നമ്മുടെ ഫേസിലെ കവളിലും നെറ്റിയിലും ഒക്കെ ഈ വൈറ്റ് ഉണ്ട്. നമുക്ക് ഈ വൈറ്റ് വരുന്ന എല്ലായിടത്തും, അതായത് ഹെയറിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഹെയറിലൊക്കെ ചെയ്യണം. എല്ലാത്തിനും ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കാം. അപ്പോൾ നമുക്ക് മുഖത്തെ ആ വൈറ്റ്
ഒന്ന് സ്ക്രിബിൾ ചെയ്തെടുക്കാം. for an answer. Now you're right across the way I can't contain. വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും മനഃപൂർവ്വമാണ് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ. ഇതുപോലെ സ്ക്രിബിൾ ചെയ്തെടുക്കുക. വൈറ്റിൻ്റെ ആ ഒരു അതിപ്രസരമുള്ളിടത്തൊക്കെ നന്നായിട്ട് സ്ക്രിബിൾ ചെയ്യുക. ബാക്കിയുള്ളിടത്തൊക്കെ ഒന്ന് ചുമ്മാ കുത്തി വരച്ച് ഒരു ലൈൻ ഇട്ടാൽ മതി. അത് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് മൊത്തം. ഇവിടെ ഒരു ചെവിയുണ്ട്. ആ ചെവി നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് ഇട്ട് വെച്ചായിരിക്കും. ബേസ് ആകുമ്പോൾ എല്ലാത്തിനും ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് മുടിയെ പിടിക്കാം. മുടി വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ആ ഔട്ട് ലെയർ ഒന്ന് എടുത്തിട്ട് വരയ്ക്കാം. ഔട്ട് ലെയറൊക്കെ വരയ്ക്കുമ്പം ഏകദേശം ആ മുടിയുടെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നോക്ക്, നടക്കും. കുത്തി വരച്ച് ഒരു നല്ല ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. വൈറ്റ് ബാലൻസ്, അതായത് വൈറ്റ് ഉള്ളിടത്തൊക്കെ, അതായത് ലൈറ്റ് വരുന്നിടത്തൊക്കെ നമുക്ക് സ്ക്രിബിൾ ചെയ്തെടുക്കാം. ഈ പെന്നുണ്ടാക്കിയ ഒരു ട്യൂട്ടോറിയലുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലോ ടച്ചിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നൊരു പെന്നാണ്. ഞാനിതൊരു ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അത് കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ പെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയറിൽ, അതായത് ബേസ് ലെയറിൽ നമ്മൾ വരച്ച സ്ക്രിബിളിങ്ങും. നമുക്ക് ആ റെഫറൻസ് ഇമേജ് ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കാം. കണ്ട ഒരു ഷേപ്പ് വന്നില്ലേ? ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തൊരു ലെയർ ഉണ്ടാക്കണം. ബേസ് ലെയർ, അതിൻ്റെ റെഫറൻസ്. ഇനി നമ്മൾ അടുത്തൊരു ഹൈലൈറ്റ്. ഇവിടെ നമ്മളത് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചെടുക്കണം കേട്ടോ. അത് ഇനിയും എവിടെയെങ്കിലും നമ്മൾ വൈറ്റ് ലൈറ്റ് വരുന്നിടത്ത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യുക, ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ റെഫറൻസ് ഇമേജിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. അതെടുത്ത് മേളിലോട്ട് ഇടുക. അതിൻ്റെ മേളിലൊരു ലെയർ ഉണ്ടാക്കുക. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ബേസും അതിൻ്റെ ലെയറും ഡിസേബിൾ ചെയ്തിടുക. ഡിസേബിൾ ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എനേബിളും ഡിസേബിളും ആയിക്കോളും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് വൈറ്റ്നെസ് കൂട്ടണം. അതിനാണ് ഈ കേർവ് എന്ന് പറയുന്നത്. ഈ എഡിറ്റിൻ്റെ അകത്ത് കേർവ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഗ്രാഫ് വരും. ആ ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വൈറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടുക. അതാണ് നമ്മുടെ ഉദ്ദേശം. വീണ്ടും ബ്രൈറ്റ്നെസ് കൂട്ടി ഈ ഇമേജ് സേവ് ചെയ്ത് ഇതിൻ്റെ മേളിലൊരു ലെയർ ഇട്ട് വീണ്ടും ആ ബ്രൈറ്റായിട്ട് ഉള്ളിടത്തൊക്കെ സ്ക്രിബിൾ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ഇത് സേവ് ചെയ്ത് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 50 ആക്കുക. 50 എന്നൊക്കെ അവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ബ്രൈറ്റ്നെസ് കൂടുതലുകൊണ്ടാണ് കാണാൻ നല്ലത്. അപ്പോൾ നമുക്കൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ, ഈ വൈറ്റ് വന്നിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ എല്ലാം നമുക്ക് സ്ക്രിബിൾ ചെയ്തെടുക്കാം.
ഓക്കെ ബാ സ്ക്രിബിളിങ് തുടങ്ങിക്കോ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്ന ലെയർ സ്ക്രിബിൾ ചെയ്തെടുക്കാൻ പോവാണേ. സ്ക്രിബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, കണ്ണ് മൂക്ക് ചുണ്ട് പുരികങ്ങൾ പിന്നെ നെക്ക് ഇതിൻ്റെയൊക്കെ ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം സ്ക്രിബിൾ ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഈ ലെയറിൽ നമ്മൾ കുറച്ചുകൂടെ ആ വൈറ്റിൻ്റെ ഒരു തിക്നെസ് നമ്മൾ കൂട്ടുന്നുണ്ട്. കാണല്ലേ, ബ്രൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന വൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് തന്നെ നമ്മൾ തിക്നെസ് കൂട്ടി തന്നെ നമ്മൾ സ്ക്രിബിൾ ചെയ്യാൻ നോക്കണം. അതിനാണ് നമ്മൾ ഓരോ ലെയറും ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം ബേസിൽ ഒരു ബേസ് ലെയർ ഉണ്ടാക്കി ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്രിബിളിങ് നടത്തി. ഇനിയും ഹൈലൈറ്റ് എന്ന് പറയുന്ന ലെയർ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ സ്ക്രിബിളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം തിക്നെസ് ആയിട്ട് ചെയ്യുക. ഷേപ്സ് ഒക്കെ നിലനിർത്തുക. പറഞ്ഞ പോലെ തന്നെ പുരികം, കണ്ണ്, മൂക്ക്, ചുണ്ട് ഇതിൻ്റെയൊക്കെ ഷേപ്പ് അതേപോലെ തന്നെ നിലനിർത്തി ചെയ്യുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഐപാഡോ ടാബ്ലറ്റോ ഒന്നും ഇല്ലാത്തവർക്ക്, അതൊക്കെ ഇപ്പം വാങ്ങാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ പെൻ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ട്യൂട്ടോറിയൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് വരയ്ക്കാൻ തുടങ്ങിയാൽ സൂപ്പറായിരിക്കും. ഇപ്പോൾ കണ്ട നമ്മുടെ റെഫറൻസ് ഇമേജ് ഡിസേബിൾ ചെയ്തിട്ട് ലെയർ നോക്കിയപ്പോൾ വേറൊരു ഷേപ്പാണ് കിട്ടിയത് അല്ലേ. ബേസിൻ്റെ ഷേപ്പല്ല, ഹൈലൈറ്റ് ലെയറിൽ വേറൊരു ഷേപ്പാണ് കിട്ടിയത്. ഇനിയും വീണ്ടും നമ്മൾ ആ അടുത്ത ലെയർ ഉണ്ടാക്കി ഇതേപോലെ തന്നെ കർവ് എടുത്തു, ബ്രൈറ്റ്നസ് കൂട്ടി വീണ്ടും അടുത്ത ലെയറിലേക്ക് നമ്മൾ സ്ക്രിബിളിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഇമേജ് ഇങ്ങനെ എടുത്തു, അതിന് മിഡ് ടോൺസ് എന്ന് പറയുന്ന പേര് കൊടുത്തു. നിങ്ങളുടെ ഇഷ്ടം പോലെ പേര് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ ഒപ്പാസിറ്റി 50% ആക്കി വീണ്ടും ബ്രൈറ്റ്നസ് കൂടിയ സ്ഥലങ്ങളിൽ നമ്മൾ സ്ക്രിബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഇത് കുറച്ച് ലൂസായിട്ട് സ്ക്രിബിൾ ചെയ്താൽ മതി. മിഡ് ടോണാണ്, അപ്പം അധികം തിക്നെസ് വേണ്ട. പക്ഷേ ഷേപ്സൊക്കെ അതേപോലെ തന്നെ നിലനിർത്തണം. തിക്നെസ് അധികം വേണ്ട, ജസ്റ്റ് ലൂസായിട്ട് സ്ക്രിബിൾ ചെയ്യുക, കുത്തി വരയ്ക്കുക. Beside me till the day's through. Ever since the day that I met you, I've been with you. Ever since the day that I met you. Ever since that day. Ever since the day that I met you. അപ്പോൾ ഈ ലെയറിൻ്റെ സ്ക്രിബിളിംഗ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ലെയേഴ്സ് എല്ലാം ഒരു ഫോൾഡർ ആക്കണം. ഒരു ഫോൾഡർ ആക്കുകയെന്ന് വെച്ചാൽ ഈ ലെയറെല്ലാം കൂടെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തേർഡ് ലെയർ, മിഡ് ടോൺസ്. If I knew when I met you, you'd be beside me till the day's through. Ever since the day that I met you, I've been with you. Ever since the day. അപ്പോൾ എല്ലാ സ്ക്രിബിളിങ് മാത്രം, എല്ലാ ലെയേഴ്സും കൂടെ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ആ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ
ഈ ലെയർ എല്ലാം കൂടെ ഒരൊറ്റ ഫോൾഡർ ആക്കാനായിട്ട് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. അപ്പം അവിടെ ഗ്രൂപ്പ് 1 ഇതുണ്ടോ, ഫോൾഡർ ഓപ്പൺ ചെയ്യുക, ഒന്ന് സേവ് ചെയ്തേക്കാം. ഇപ്പോൾ ഫോൾഡർ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ആ ലെയേഴ്സ് എല്ലാം കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ വരച്ചെടുത്ത ലെയേഴ്സ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ഈ ഓരോന്നോരോന്ന് ഫോൾഡറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ ആ ലെയറിൽ ടച്ച് ചെയ്യുക. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ വരും, അത് എടുക്കുക, അത് നേരെ പുറത്തോട്ട് കൊണ്ടുവരിക. വീണ്ടും ബേസ് ലെയർ ടച്ച് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ആക്കുക, അത് പുറത്തേക്ക് കൊണ്ടുവരിക. ഞാൻ ഫോൾഡർ ക്ലോസ് ചെയ്യുക. ഇനി ഈ 3 ലെയർ നമുക്ക് മെർജ് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്താൽ, ആ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്താൽ മെർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെർജ് ക്ലിക്ക് ചെയ്ത് പോവാം. എന്നിട്ട് നമുക്കിനിയും ചെയ്യാനുള്ളത് ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് നമുക്ക് ഈ പിക്ചറിന് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ലൈറ്റ് മജന്തോ കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഷ് എടുക്കുക, സ്പ്രേയേഴ്സ് എന്ന് പറയുന്ന ബ്രഷ് എടുക്കുക. അതിൻ്റെ അകത്ത് സോഫ്റ്റ് എയർ ബ്രഷ് ആണ് തോന്നുന്നു, സോഫ്റ്റ് എയർ ബ്രഷ്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. സൈസ് ഒരു 800, പിന്നെ ഒപ്പാസിറ്റി ഒരു 40, ഫ്ലോ ഒരു 50, അങ്ങനെയൊക്കെ ഇട്ട് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്കത് പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ലൈറ്റ് മജന്തോ കളർ എടുത്ത്, അപ്പോൾ കളറൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ആ ബേസ് ലെയർ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബേസ് ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം ലോക്കായി. ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് ഒന്ന് അതിലേ ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. നല്ലൊരു ഷെയ്ഡ് അതിന് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കൊരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം, ഒരു ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. അതെ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ സ്ക്രിബിൾ ചെയ്യാൻ യൂസ് ചെയ്ത അതേ പെന്നെടുക്കുക. സോഫ്റ്റ് പെന്നാണെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടായിട്ട് വരണമെങ്കിൽ ഇപ്പം നമ്മൾ റെഫറൻസ് ഇമേജ് ഉണ്ട്, അതിൻ്റെ മേളിലെല്ലാം നമ്മൾ ലെയേഴ്സ് വെച്ച് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബാക്കിൽ വേണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ ആഡ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ആ ലെയർ ബേസിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക, കുത്തി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ ലെയറിൻ്റെ ഒപ്പോസിറ്റി കുറച്ചിടുക. അപ്പോൾ അതൊന്ന് മങ്ങും. അപ്പം നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രഷസിൻ്റെ അകത്ത് പോയി സ്പ്രേയേഴ്സ് എന്ന് പറയുന്ന ബ്രഷ് എടുത്തു. അതിൻ്റെ അകത്ത് സ്പ്ലാട്ടർ എന്ന് പറയുന്ന ആ ബ്രഷ് സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക, കുറച്ച് കുറയ്ക്കുമ്പം ആ സൈസ് കുറയുന്ന നമുക്ക് അവിടെ കാണാം. നമുക്കിഷ്ടമുള്ള സൈസ് എടുക്കുക. കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ സ്പ്രേ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഏകദേശം ആയി. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വരച്ചെടുക്കാം. ആരുടെയും സഹായം വേണ്ട, ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഈ വീഡിയോ കാണുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലെ ഞാൻ ഈ പിക്ചർ ഇതിൻ്റെ കൂടെ റെഫറൻസ് ആയിട്ട് കൊടുത്തേക്കാം, ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, ഇതുപോലെ ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇതാണ് ഫൈനൽ പിക്ചർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Once again you got me loving you. If I knew when I met you, you'd be beside me till the day's through.